അന്ന് സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് അവസാനം ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം. വീട്ടിലെത്തിയ ദേവൻ വല്ലാത്ത അസ്വസ്ഥതയിൽ തന്നെയായിരുന്നു. ഫ്രഷായി വന്ന ഗൗരി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്ത് പറ്റി ഇങ്ങനെ തന്നെ ഇരിക്കാൻ? അല്ല ഗൗരി, ഹരി ഒരുപാട് കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇതുവരെ അവൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കാരണം അവന് ഒരുപാട് ടെസ്റ്റുകൾക്ക് ശേഷമാണ് വർക്കിങ്ങിന് എടുത്തത് പോലും. പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അതൊക്കെ അവന് ഓക്കെ ആകുമ്പോൾ നമുക്ക് ചോദിക്കാന്നേ, നിങ്ങൾ കൂളാവ്. അവൾ ഇരു കൈകളിലും ദേവൻ്റെ മുഖം പിടിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിക്കാൻ ഒരുങ്ങിയതും രാവിലെ അവൻ പറഞ്ഞത് ഓർമ്മയിൽ വന്നു. അവൾ വേഗം പിടിവിട്ട് മാറി. എന്താടോ മുഴുവനാക്കാതെ പോകുന്നത്? കാര്യം മനസ്സിലായെന്നോണം ദേവൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ഇനി അനുവാദമില്ലാതൊക്കെ ഉമ്മ വെച്ചാൽ പിന്നെ കേസായാലോ? ചിരിയടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആണോ? എന്നാ ഒന്ന് കാണണം. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ഗൗരിക്ക് നേരെ ചെന്നതും ഗൗരി പുറത്തേക്കിറങ്ങി ഓടി. ദേവനും അവൾക്ക് പിന്നാലെ ചെന്നു. അവൾ നേരെ അടുത്തുള്ള മുറിയിൽ കയറി വാതിലടക്കാൻ ഒരുങ്ങിയതും ദേവൻ തടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവളെ ചുമരിലേക്ക് ചാരി ഒരടി പോലും അനങ്ങാൻ പറ്റാത്ത വിധം ലോക്കാക്കി. ഇരുവരും കണ്ണും കണ്ണും നോക്കി നിന്നു. നീ എന്താ പറഞ്ഞേ? ഞാൻ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, അനുവാദമില്ലാതെ ഉമ്മ വെച്ചാൽ കേസാക്കാൻ തോന്നിയാലോ എന്നല്ലേ? അതെ, നിങ്ങളല്ലേ രാവിലെ അങ്ങനെ പറഞ്ഞത്. എന്നാ നോക്കട്ടെ, അനുവാദമില്ലാതെ ഉമ്മ വെച്ചാൽ കേസാവുമെന്ന്. അതിന് ഞാനല്ലല്ലോ അങ്ങനെ പറഞ്ഞത്, നിങ്ങളല്ലേ. ആരായാലും നോക്കാലോ. ഗൗരി അവൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളാൻ നോക്കിയെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ദേവൻ അവളുടെ കൈകൾ ഉയർത്തി ചുമരിലേക്ക് ചേർത്ത് അവൻ്റെ കൈകൾ കൊണ്ട് ലോക്ക് ചെയ്തു വെച്ചു. ഇനി എന്തു ചെയ്യും? ദേവൻ ഒരു റൊമാൻറ്റിക് ചിരിയോടെ അവളോട് ചോദിച്ചു. ദേ വേണ്ടാട്ടോ. വേണ്ടേ? ദേവൻ ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞാൽ വേണമെന്നാണ് മനസ്സിൽ. അല്ല. ആണ്. എന്നാ വേണം. അങ്ങനെ പറഞ്ഞാലും വേണമെന്ന് തന്നെയാണ്. അയ്യേ നിങ്ങൾ. അവൾ പറഞ്ഞു തീരും മുന്നേ മറുകൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ദേവൻ അവളെ അവൻ്റെ കൈക്കുള്ളിലാക്കി. പതിയെ തല താഴ്ത്തി അവളുടെ കഴുത്തിൽ പതിയെ ചുംബിച്ചു. അറിയാതെ അവൾ ഒന്ന് അഴഞ്ഞുപോയി. കണ്ണുകൾ അറിയാതെ തന്നെ അടഞ്ഞുപോയി. അവൾ ദേവന് സൗകര്യമെന്നതുപോലെ അവളുടെ കഴുത്തിനെ ഉയർത്തിക്കൊടുത്തു. പെട്ടെന്നാണ് ഓഫീസ് ഫയലുമായി ഫിറോസ് അങ്ങോട്ടേക്ക് കയറി വന്നത്. ഒരു നിമിഷം ഫിറോസ് ഞെട്ടി നിന്നു. എൻ്റെ പടച്ചോനെ, റൂമിൽ ചെന്നപ്പോൾ ഇനി ഫയൽ ഈ റൂമിൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ദേ ഇവിടെയും അവരുടെ ലീലാവിലാസമാണല്ലോ. ഇനി ഇവരെന്നെ ഇങ്ങനെ കാട്ടി കളിയാക്കുന്നതാണോ? ഏയ് ആവില്ല. ഇങ്ങേരു ഓഫീസിൽ പുലിയാണ്, ഇവിടെ കാമദേവനും. അല്ല, ഇയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനെങ്ങനെയാ റസിയാടെ അടുത്ത്? അതാലോചിച്ചപ്പോഴേക്കും ഫിറോസിന് നാണം കൊണ്ട് ചുവന്നു. ഫിറോസ് ഒന്ന് ചുമച്ചു. ഭൂമി കുലുങ്ങിയതുപോലെ രണ്ടും ഞെട്ടിത്തിരിഞ്ഞു മാറി നിന്നു. ഗൗരിയുടെ കഴുത്തിൽ ദേവൻ്റെ ചുണ്ടുകൾ ചപ്പി വലിച്ച പാടുകൾ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഗൗരി പെട്ടെന്ന് അവിടെ നിന്നും ഓടി. എന്താ ഫിറോസ് ഇത്? തന്നോട് ഞാൻ പറഞ്ഞതെന്താ? സാർ, ഞാനൊരു തെറ്റും ചെയ്തില്ല. നിങ്ങൾ എന്നോട് ഈ മുറിയിൽ വരാനാണ് പറഞ്ഞത്. എനിക്കറിയാമോ നിങ്ങൾ ഇവിടെ എങ്ങനെയൊക്കെ? എന്തിനാ സാർ ഞാനായിട്ട് പറയുന്നത്? നിങ്ങൾക്കറിയില്ലേ ഇവിടെ എന്തായിരുന്നു എന്ന്? ശരി, ഇതും ആരോടും പറയണ്ട. ആരോട് പറയാനാണ് സാർ? ഫിറോസ് അനുനയത്തിൽ പറഞ്ഞു നിർത്തി. സാർ, നിങ്ങൾ ഓഫീസിലെ പോലെ അത്ര വലിയ കണിശക്കാരനൊന്നുമല്ലേ? ഫിറോസ് തെല്ലൊന്ന് നാണത്തോടെ തലതാഴ്ത്തി പറഞ്ഞു. ഫയലുകൾ നോക്കി ഒപ്പിടുന്നതിനിടെ ഫിറോസിൻ്റെ സംസാരം കേട്ട് ദേവനൊന്ന് ചിരിച്ചു. ഓഫീസിലുള്ള പോലെ വീട്ടിൽ പറ്റില്ലല്ലോ, ദേവൻ ചിരിയോടെ പറഞ്ഞു. സത്യം പറയാമല്ലോ സാർ, ഞാൻ നിങ്ങളെ ശരിക്കും ഒരു പുലിയെ പോലെയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ എന്ത് പറ്റി? ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ ദേവൻ ചോദിച്ചു. 2 തവണ ഇങ്ങനെ റൊമാൻറ്റിക്കായി തങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഒരു സെക്സ് സിനിമയിലെ റൊമാൻറ്റിക് നായകനെ പോലെയാണ് തോന്നുന്നത്. പോടാ. ദേവൻ ഫിറോസിനെ ഓടിച്ചു. ഭയന്നതുപോലെ ഫിറോസ് ഓടി. പിന്നെ നാളെ ഞാൻ ലീവാവും. ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം, ദേവൻ ഫിറോസിനോട് പറഞ്ഞു. ഓടുന്നതിനിടെ ഫിറോസ് ഓക്കേ എന്ന് പറഞ്ഞു. തിരികെ റൂമിലെത്തിയ ദേവൻ ഗൗരിയെ നോക്കി. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന്. ഇപ്പോൾ 2ാം തവണയാണ് നാണം കെടുന്നത്, അവൾ നിരാശയോടെ പറഞ്ഞു. അതിനെന്താ, ഞാൻ നിന്റെ ഭർത്താവും നീ എൻ്റെ ഭാര്യയുമല്ലേ? അപ്പോഴാണ് ഗൗരിയുടെ കഴുത്തിലെ അവൻ്റെ ബ്രഷ്ടുകളുടെ പാട് അവൻ്റെ കണ്ണിൽ പെട്ടത്. അല്ല ഭാര്യയെ, നല്ല ലവ് ബൈറ്റ് ആയിട്ടുണ്ടല്ലോ.
അവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് അവളും കണ്ണാടിയിൽ അത് കണ്ടത്. അയ്യോ, നിങ്ങളെ ഞാൻ! അവൾ ആഞ്ഞ് ദേവന് നേരെ വന്നു. അവൾ ആഞ്ഞെടുത്തതും ദേവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ചെന്ന് അവളുടെ മേൽ കിടന്നു. അയ്യോ, എഴുന്നേക്ക്! അവൾ ഉച്ചത്തിൽ പറഞ്ഞു. എന്താ ഭാര്യ? അയ്യോ, എണീക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നു, അവൾ പറഞ്ഞു. ദേവൻ അവളെ അവന് മുകളിലായി തിരിഞ്ഞു കിടത്തി. ഒരു പൂവിൻ്റെ ഭാരം പോലും എൻ്റെ ഭാര്യയ്ക്കില്ലല്ലോ. ആ, അതിനും വേണ്ടി നിങ്ങൾ നല്ല ഭാരമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലല്ല, നിങ്ങളൊന്ന് ഭാരം കുറയ്ക്കേ. നോ, ഇത് കുറക്കാൻ പറ്റില്ല. വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി കൊണ്ട് നടക്കുന്നതാണ്. ഇതിന് ആരാധകർ ഏറെയുമാണ്. ഈ ശരീരമൊന്നും കുറക്കാൻ പറ്റില്ല. നല്ല കറക്റ്റ് ഫിറ്റാണിത്. പോരാത്തതിന് ബിസിനസ് ലോകത്തെ എത്ര ആളുകളാണ് ഈ ശരീരം സ്നേഹിക്കുന്നത് എന്നറിയാമോ? ഗൗരി പുരികം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. എങ്ങനെ? എന്തേ, പറ്റിയില്ലേ? അല്ല, എന്തോ ഒന്ന് കൂടുതൽ പറഞ്ഞതുപോലെ. എന്ത്? അല്ല, ഈ ആരാധകർ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ദേവൻ്റെ ഉള്ളിൽ ഒരു കുറുമ്പ് തോന്നി. ഓ, അത് പറയണ്ട. പറ. നീ വഴക്കുണ്ടാക്കി എഴുന്നേറ്റ് പോകും. ഇല്ലാന്നേ. അവളുടെ ഹൃദയം പടപട ഇടിക്കുന്നത് ദേവൻ്റെ ശരീരം നന്നേ അറിഞ്ഞു. പെണ്ണുങ്ങളാണ് കൂടുതലും. ഇടയ്ക്ക് വല്ലാത്ത ശല്യമാവും. എങ്കിലും എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാൻ പ്രത്യേക ഒരു രസമാണ്. ഏ? അവൾ ദയനീയമായി അവനെയൊന്ന് നോക്കി. എന്ത് ചെയ്യാം? ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ശരിയാക്കി തരാം. അവൾ ദേവൻ്റെ നെഞ്ചിൽ ഒരു കടി കൊടുത്തു. ആ, എടി, വിടടി. അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. അല്പം കഴിഞ്ഞാണ് അവൾ വിട്ടുമാറിയത്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ജനാലയ്ക്കടുത്തേക്ക് നിന്നു. ആ, ഇവള് വല്ല പട്ടിയുടെയും ജന്മമാണോ? എന്ത് കടിയാ കടിച്ചത്? കണ്ണിൽ ചോരയില്ലാത്ത എൻ്റെ പ്രിയ ഭാര്യയെ എന്തിനാ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത്? അവളുടെ സംസാരം ഒന്നുമില്ലാതെയായപ്പോൾ ദേവൻ നെഞ്ചും തടവിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യേ, ഇതെന്താ? അവൾ അവനെ തള്ളിമാറ്റി മാറി നിന്നു. എൻ്റെ ഭാര്യയെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. പിന്നെ ചില പെൺകുട്ടികൾ എന്നോട് പ്രേമമൊക്കെ ഉണ്ട്, മൂപ്പിക്കും പോലെ പറഞ്ഞു. നിങ്ങളോട് പ്രണയമുണ്ടിൽ ഞാൻ എന്ത് വേണം? എനിക്ക് നിങ്ങളെ ആര് പ്രണയിച്ചാലും ഒരു കുഴപ്പവുമില്ല. കോളേജിൽ എന്നെയും ഒരുപാട് പയ്യന്മാർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ദേവനൊന്ന് ഞെട്ടി അവളെ നോക്കി. ഏ? ആ, നിങ്ങളെ ഓർത്താ ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് തന്നെ. ഇനി എന്തായാലും അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എൻ്റെ പിന്നാലെ നടക്കുന്നവളുമാരെ ഞാൻ മൈൻഡ് ചെയ്യാറ് പോലുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. എൻ്റെ ഗൗരി, നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് സീരിയസ് ആവല്ലേ? ഏറ്റു എന്ന് അവൾക്ക് മനസ്സിലായി. ദേവൻ ഒന്നും മിണ്ടാതെ താഴേക്ക് പോയി. അവൾ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ? ദേവനൊന്ന് ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ ഫിറോസിനെ വിളിച്ചുകൊണ്ട് അത് അറിയാനായി ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. ഇനി ഇവൾ പറഞ്ഞതുപോലെ വല്ലവന്മാരും ഉണ്ടാകുമോ? അന്ന് വൈകിട്ട് മുഴുവൻ ഗൗരി പിണക്കത്തിലും ദേഷ്യത്തിലും തന്നെയായിരുന്നു. എത്ര തന്നെ മിണ്ടാൻ ദേവൻ ശ്രമിച്ചിട്ടും അവൾ പിടികൊടുത്തില്ല. തൻ്റെ മാത്രമാണ് ദേവനെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഗൗരിക്ക് പിന്നെ ദേഷ്യം വരില്ലേ? ഒരുപാട് തവണ അവളോട് സംസാരിക്കാൻ ദേവൻ ശ്രമിച്ചുവെങ്കിലും അവൾ അവനെ മൈൻഡ് പോലും ചെയ്തില്ല. എന്തായാലും രാത്രി നീ വരുമല്ലോ, അപ്പോൾ ഞാൻ ശരിയാക്കി തരാം, ദേവൻ മനസ്സിലുറപ്പിച്ചു. ദേവൻ എങ്ങനെയൊക്കെ മിണ്ടാൻ ശ്രമിച്ചിട്ടും ഗൗരി അവന് പിടികൊടുക്കാതെ നടന്നു. രാത്രി ആഹാരം കഴിക്കാൻ താഴേക്ക് വന്ന ദേവൻ അവിടുത്തെ സെർവൻറ്റിനോട് ഗൗരിയെ തിരക്കി. മേഡം നേരത്തെ കഴിച്ചു പോയി സാറേ, സെർവൻ്റ് പറഞ്ഞു. നേരത്തെ കഴിച്ചു പോയോ? എന്നിട്ട് റൂമിൽ വന്നില്ലല്ലോ? ചിലപ്പോൾ ബാൽക്കണിയിൽ കാണും. വിഷമം വന്നാലും സന്തോഷം വന്നാലും അവളുടെ സ്പോട്ട് അതല്ലേ, അങ്ങോട്ടേക്ക് ചെല്ലാം. ദേവൻ വേഗം കഴിച്ച് ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. അവിടെ ചെന്നതും ബാൽക്കണി ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൾ ഇവിടെയില്ല. പിന്നെ ഇവിടെ പോയി? ചിലപ്പോൾ റൂമിൽ തന്നെ ഉണ്ടാകും. ദേവൻ ആ ചിന്തയോടെ റൂമിലേക്ക് നടന്നു. റൂം ഇന്ന് ശൂന്യമാണ്. ഒരുപാട് പേർ ഉണ്ടായിട്ട് പെട്ടെന്ന് എല്ലാവരും പോയതുപോലെ. ഇതെന്താ ഇത്? ദേവൻ അവളെ അവിടെയെങ്ങും കണ്ടില്ല. ദേവൻ അവിടെ നിന്നും അവളുടെ ആദ്യത്തെ റൂമിലേക്ക് പോയി. കരാർ വിവാഹമായിരുന്ന അന്ന് അവൾക്ക് ആദ്യം നൽകിയ മുറിയിലേക്കാണ് ദേവൻ പോയത്. ആ റൂം അകത്തു നിന്നും ലോക്കായിരുന്നു. അപ്പോൾ നീ വാശിയിൽ തന്നെയാണല്ലേ? ശരിയാക്കി തരാം. ദേവൻ വാതിൽ ആഞ്ഞു തട്ടി. പക്ഷേ അവൻ വരുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഗൗരി വാതിൽ ലോക്ക് ചെയ്ത് ചെവിയിൽ ഹെഡ്സെറ്റ് കുത്തി പാട്ട് കേട്ട് കിടന്നുറങ്ങിപ്പോയിരുന്നു. അവൻ തട്ടിയതും മുട്ടിയതും ഒന്നും അവൾ അറിഞ്ഞില്ല. എന്തൊരു വാശിയാണ് ഈ തീപ്പെട്ടിക്കൊള്ളിക്ക്, അവൻ അരിശത്തോടെ പറഞ്ഞു. നീ എന്തായാലും പുറത്ത് വരുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം ദേവൻ ആരാണെന്നും എൻ്റെ വാശി എന്താണെന്നും.
അവൻ അവിടെ നിന്നും ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി. പെൺകുട്ടികളായാൽ ഇത്ര അഹങ്കാരം പാടില്ല. ഭാര്യയാണ് പോലും, ഭാര്യ. ഇപ്പോഴും അവൾ എന്നെ പഴയ ആ കരാർ ഭർത്താവായിട്ടാണ് കാണുന്നത്. ഇവൾക്ക് ഇതുവരെ എൻ്റെ സ്നേഹം ഒട്ടും മനസ്സിലായിട്ടില്ല. കാണിച്ചു തരാം. നാളെ രാവിലെ എന്തായാലും നീ കോളേജിലേക്ക് പോകില്ലേ? ഞാൻ തന്നെ കൊണ്ടുപോയി ആക്കണ്ടേ? പോകുന്ന വഴിക്ക് വെച്ച് നിനക്കുള്ള പണി ഞാൻ തരാം. ദേവനൊരു ഗൂഢച്ചിരിയോടെ പറഞ്ഞു നിർത്തി. എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകളുള്ള ഒരു കല്യാണ വീട് പെട്ടെന്ന് എല്ലാവരും പോയി ആളൊഴിഞ്ഞതുപോലെയായിരുന്നു ദേവൻ്റെ റൂം. നാശം! ഈ പെണ്ണിനെ ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നു. ഇത്രയും കാലം ഒറ്റയ്ക്ക് കിടന്ന ഞാൻ ഇപ്പോൾ അവളില്ലാതെ ഉറക്കം പോലും വരുന്നില്ല. ദേവൻ ദേഷ്യത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാത്രി ഏറെ വൈകിയാണ് ദേവൻ കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ദേവൻ എഴുന്നേറ്റ് പതിവ് പോലെ ഫ്രഷായി ഭക്ഷണം കഴിക്കാനായി താഴേക്ക് വന്നു. ഇടയ്ക്ക് സെർവൻറ്റിനോട് ഗൗരിയെപ്പറ്റി ചോദിച്ചു. മേഡം കഴിച്ച് മുകളിലേക്ക് പോയി സാർ എന്നായിരുന്നു സെർവൻറ്റിൻ്റെ മറുപടി. ഇത്രയും നേരം കാത്തിരുന്നില്ലേ? ഇനി അല്പം നേരം കൂടിയുള്ളൂ. എന്തായാലും കോളേജിലേക്ക് പോകാൻ വേണ്ടി താഴേക്ക് വരുമല്ലോ. പോകുന്ന വഴി തരാം. പതിവ് പോലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവാൻ ദേവൻ മുകളിലേക്ക് പോയി. തിരിച്ചു വന്ന് 5 മിനിറ്റോളം താഴെ സോഫയിൽ അവളെ കാത്തിരുന്നു. സാറിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സെക്യൂരിറ്റി അവനോട് ചോദിച്ചു. പോകണം, ഗൗരി വന്നിട്ടില്ല. ഒരു മാഗസിൻ മറിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. ഗൗരി മാഡം നേരത്തെ പോയല്ലോ സാർ. വാട്ട്? അതെ സാർ, മാഡം നേരത്തെ പോയി. എന്നിട്ടാണോ നിങ്ങൾ ആരും എന്നോട് പറയാതിരുന്നത്? ഞാൻ ചോദിച്ചു മാഡത്തിനോട് ഇന്നെന്താ സാറിൻ്റെ കൂടെ പോകാത്തത് എന്ന്. അപ്പ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല, ബസ്സിൽ പോകാൻ ഒരാഗ്രഹം വന്ന് എന്ന്. ഇഡിയറ്റ്! നിന്നെയൊക്കെ പിന്നെ പണം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? സെക്യൂരിറ്റി ഒന്നും മിണ്ടിയില്ല. അതിനു പോലും ഉത്തരം നിനക്കറിയില്ല അല്ലേ? ദേവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കാറെടുത്ത് സ്പീഡിൽ പോയി. ഇവൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇവളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുമെന്നോ? ഇന്നത്തോടെ അവളുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിച്ചേ പറ്റൂ. ഇവൾക്ക് തീരെ ബോധമില്ലാതെ ആയോ? എന്നോട് ഇന്നലെ മുതൽ മിണ്ടാതെ നടന്നിട്ട് എന്താ ഇവൾക്ക് കിട്ടുന്നത്? ദേവൻ സ്റ്റിയറിങ്ങിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ഓഫീസിലേക്ക് പോകേണ്ട വഴി കാർ തിരിഞ്ഞതും ദേവനൊന്ന് നിർത്തി. അല്ലെങ്കിൽ വേണ്ട, അവളെ ഒന്ന് കണ്ട് 2 പറഞ്ഞിട്ട് തന്നെ കാര്യം. ദേവൻ തീരുമാനിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ മുതൽ കാണാത്തതിൻ്റെ പരിഭവം അവനിലുണ്ട്. കാറ് നേരെ കോളേജിലേക്ക് തിരിച്ചു.